ഇസ്രായേലിനെതിരെ ഹമാസും ഇറാനുമൊക്കെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ വിട്ടുകൊടുക്കില്ലെന്നാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം. ഇപ്പോഴിതാ പലസ്തീനിലേക്ക് സഹായമെത്തിക്കുന്ന ഗ്രൂപ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായ ഗ്രൂപ്പുകളും സൈന്യത്തിൻ്റെ ആക്രമണത്തിന് ഇരയാകുന്നതായി ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത്. ഫ്രാൻസിലെ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, ബ്രിട്ടൻ്റെ ഫലസ്തീൻ മെഡിക്കൽ എയ്ഡ്, അമേരിക്കയുടെ ഇൻ്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റി, സ്വിറ്റ്സർലൻഡിൻ്റെ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്, അമേരിക്കയുടെ അനറ, വേൾഡ് സെൻട്രൽ കിച്ചൺ എന്നീ ഗ്രൂപ്പുകളെ സൈന്യം ആക്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അനറയിലെ ഒരു സ്റ്റാഫ് ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. അടുത്തിടെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ തെളിവുകളും മറ്റ് സ്രോതസ്സുകളും വിലയിരുത്തിക്കൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട്. അതേസമയം ഗസയിൽ എയ്ഡ് ഏജൻസിയിലെ തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ അംബാസിഡറെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ബെൽജിയം തീരുമാനിച്ചതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി കിഴക്കൻ റാഫയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിനിടെ ഏജൻസി തൊഴിലാളിയായ അബ്ദുള്ള നഫാനും അദ്ദേഹത്തിൻ്റെ 7 വയസ്സുള്ള മകൻ ജമാലും കൊല്ലപ്പെട്ടതായി ബ്രസൽസ് പറയുന്നുണ്ട്. അതിനിടെ ഇസ്രായേലിൽ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ എഞ്ചിൻ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് US-ഉം UK-യും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇറാൻ്റെ ഡ്രോൺ മിസൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ട 16 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമേയാണ് ഉപരോധം. കൂടുതൽ ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുകയാണ് ഉപരോധം ലക്ഷ്യമിടുന്നതെന്ന് US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ പറഞ്ഞു. സിറിയ, ജോർദാൻ, യമൻ എന്നിവിടങ്ങളിലെ ഇസ്രായേൽ വിരുദ്ധ സംഘടനകൾക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് കൂടി തടയാൻ ലക്ഷ്യമിട്ടാണ് ഉപരോധം. US-ൻ്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ സംയമനം കാട്ടുന്നുണ്ടെങ്കിലും ഇറാന് തിരിച്ചടി നൽകാൻ അവസരം കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട്. ഗസയിലെ സംഘർഷത്തിൽ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം 33,970 ആയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പുറപ്പെട്ട കണക്കുകൾ പറയുന്നു. ഇസ്രായേൽ പൂർണ്ണമായി സഹകരിച്ചാൽ മാത്രമേ ഗസയിലേക്ക് ആവശ്യമായ സഹായം എത്തിക്കാനും കടുത്ത പ്രതിസന്ധി ഒഴിവാക്കാനും കഴിയൂ എന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. അതിനിടയിലാണ് പലസ്തീന് സഹായം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.